ഒരു ശരാശരി കുടുംബത്തിന് ഫിനാൻഷ്യൽ പ്ലാനിംഗ് വളരെ അത്യന്താപേക്ഷിതമാണ്. നമ്മളുടെ സമൂഹത്തിൽ ഭൂരിപക്ഷവും ഇടത്തരക്കാരാണ്. സാമ്പത്തികമായി ബുദ്ധിപൂർവ്വം ബജറ്റ് ചെയ്യുന്നതിലൂടെയും ചെലവുകൾക്ക് മുൻഗണന നൽകുന്നതിലൂടെയുമാണ് ഈ ഭൂരിപക്ഷം വരുന്ന ഇടത്തരം കുടുംബങ്ങളും തങ്ങളുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുന്നത്. കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവിനായാലും സ്വന്തമായി ഇനി ഒരു വീട് നിർമ്മിക്കുന്നതിനായാലും അപ്രതീക്ഷിതമായി കടന്നു വരുന്ന ഹോസ്പിറ്റൽ കേസ് എന്ന വില്ലനെ നേരിടാനായാലും ഇനി ഇതെല്ലാം തരണം ചെയ്ത് ജീവിതത്തിന്റെ സായാഹ്നത്തിൽ വാർദ്ധക്യകാലം മറ്റുള്ളവരെ ആശ്രയിക്കാതെ മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടാതെ സാമ്പത്തിക ഭദ്രതയോടുകൂടി ജീവിക്കാനും ഫിനാൻഷ്യൽ പ്ലാനിംഗ് വളരെ അനിവാര്യമാണ്. നമ്മളിന്ന് സംസാരിക്കുന്നത് ചുരുങ്ങിയ കാലം കൊണ്ട് നിക്ഷേപം ഇരട്ടിയാക്കി തരുന്ന പദ്ധതികളെക്കുറിച്ചോ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും കോടികൾ ലാഭം ഉണ്ടാക്കുന്നതിനെ കുറിച്ചോ അല്ല, മറിച്ച് സമ്പാദ്യശീലത്തിൽ ഒരു ശരാശരി മലയാളി നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചും അവയ്ക്കുള്ള ലളിതമായ മാർഗനിർദ്ദേശങ്ങളെക്കുറിച്ചുമാണ്. ഇക്കാര്യത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് MFD ബിഹേവിയറൽ ഫിനാൻസ് രംഗത്ത് ഒരു ദശാബ്ദത്തിലേറെ പ്രവൃത്തി പരിചയമുള്ള ശ്രീ നന്ദകുമാറാണ്. നമസ്കാരം സർ. നമസ്കാരം. എന്താണ് ഫിനാൻഷ്യൽ പ്ലാനിംഗ്? അതായത് ഒരു സാധാരണക്കാരന്റെ ജീവിതത്തിൽ ഈ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിന്റെ പ്രസക്തി എന്താണ്? ഫിനാൻഷ്യൽ പ്ലാനിംഗ് എന്ന് പറയുമ്പോൾ വളരെ നമുക്ക് അൺഫെമിലിയർ ആയിട്ടുള്ള ഒരു വേർഡായിട്ട് പലർക്കും തോന്നും, പ്രത്യേകിച്ച് സാധാരണക്കാർക്ക്. പക്ഷെ എന്നാലും ഈ ഫിനാൻഷ്യൽ പ്ലാനിങ് അറിഞ്ഞും അറിയാതെയും നമ്മളെല്ലാവരും നമ്മുടെ റെഗുലർ ആയിട്ടുള്ള ജീവിതത്തിൽ ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് കോൺഷ്യസ് ആവണില്ല എന്ന് മാത്രം. അതായത് നമുക്ക് ഒരു മാസം പൈസ നമ്മുടെ കയ്യിൽ വരണം, നമ്മൾ കുറേ കാര്യങ്ങൾക്ക് പൈസ ചിലവാക്കണം, പല കാര്യങ്ങൾക്ക് പൈസ ചിലവാക്കണം. പത്രത്തിന് പൈസ കൊടുക്കടുത്തേക്കണം, പാലിന് പൈസ കൊടുക്കടുത്തേക്കണം, പിന്നെ നമ്മൾ ഓരോ ആവശ്യങ്ങൾ തരംതിരിച്ച് പൈസ എടുത്ത് വെക്കണം. ഈ ഫ്ലോ, ഈ ക്യാഷ് ഫ്ലോന്റെ ഒരു ഓർഡറിലാക്കണതിന്, ഈ ഓർഡറിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ആശയക്കുഴപ്പമുണ്ടാവും. എന്തിനാണ് ഇപ്പോൾ ഒരു സാധാരണക്കാരൻ ഫിനാൻഷ്യൽ പ്ലാൻ ചെയ്യുന്നത്? സത്യത്തിൽ സാധാരണക്കാരെല്ലാവരും ഫിനാൻഷ്യൽ പ്ലാൻ അവരറിയാതെ സ്വയം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ് ഫിനാൻഷ്യൽ പ്ലാനിന്റെ പ്രസക്തി എന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ ഓർഡറിനെ, ഒരു വ്യക്തിയുടെ ഈ ഫിനാൻഷ്യൽ ഓർഡറിനെ നമ്മൾ പുറത്തുനിന്നൊരു ഇടപെടൽ നടത്തിയിട്ട് റിഫൈൻ ചെയ്യണം, അല്ലെങ്കിൽ കറക്റ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഒരു പ്രൊഫഷണൽ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിലേക്ക് കടക്കുമ്പോൾ ചെയ്യണം. അതായത് നമ്മൾ ഏത് വീട്ടിൽ ചെന്ന് നോക്കിയാലും അവിടുത്തെ കുറച്ച് പ്രായമുള്ള ആൾക്കാർ വരുമാനം കിട്ടുമ്പോൾ അത് ചിലവാക്കുമ്പോൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഓരോ ആവശ്യത്തിന്, ഇന്ന ആവശ്യത്തിന് ഇന്ന രൂപ എന്ന് പറഞ്ഞിട്ടാണ് ഓരോരുത്തരെ ഏൽപ്പിക്കുന്നത്. ഈ ഏൽപ്പിക്കുന്നതിൻ്റെ ഫ്ലോ തെറ്റുന്നതാണ് ഒരുവിധ എല്ലാ ആൾക്കാരുടെയും സാമ്പത്തിക പ്രശ്നത്തിന്, എല്ലാ കുടുംബത്തിൻ്റെയും സാമ്പത്തിക ക്രമത്തിനെ താളം തെറ്റിക്കുന്നത്. ഈ സാമ്പത്തിക ക്രമത്തിനെ താളത്തിലേക്ക് കൊണ്ടുവരുന്ന പ്രോസസ്സിലാണ് നമുക്കൊരു എക്സ്റ്റേണൽ സപ്പോർട്ടിന്റെ ആവശ്യം. ഫൈനാൻസ് കൈകാര്യം ചെയ്യുന്ന എല്ലാവർക്കും സ്വന്തമായി ഒരു പദ്ധതി ഉണ്ടായിരിക്കും, ഒരു പ്ലാനിംഗ് ഉണ്ടായിരിക്കുമെന്ന് അങ്ങിപ്പോൾ പറഞ്ഞു. അപ്പോൾ പിന്നെ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ്ങിന്റെ ആവശ്യകത എന്താണ്? എന്തുകൊണ്ടാണ് അതിന് പ്രസക്തി ലഭിക്കുന്നത്? അത് വളരെ ലളിതമാണ്. കാരണം എന്താ വെച്ചാൽ, എല്ലാവർക്കും പൈസ വരുന്നവർക്കൊക്കെ അതിനൊരു ചെലവുണ്ടാവും, ഇതിനൊരു പാറ്റേൺ ഉണ്ടാവും. പക്ഷെ നമ്മളിത് കാണുന്നില്ല. അതായത് ആരാണോ ഈ പേഴ്സൺ, ആർക്കാണോ കൈകാര്യം ചെയ്യുന്നത്, ഇവര് കോൺഷ്യസ്ലി ഇത് ട്രാക്ക് ചെയ്യണില്ല. ഈ വരവും ചെലവും നമ്മൾ ട്രാക്ക് ചെയ്യണില്ല. പ്ലാന് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനാണ്, നമ്മുടെ കോൺഷ്യസ് മൈൻഡിലില്ല. അപ്പോൾ എന്താണ് സംഭവിക്കുക വെച്ചെങ്കിൽ, നമ്മൾ പലരും പരാതി പറയണമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ കഴിയണില്ല, വരവുണ്ടാവും ചെലവുണ്ടാവും, രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ കഴിയണില്ല. എന്നാൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ആവശ്യമുള്ള ചെലവുകളെ ചെയ്യുന്നുള്ളൂ. കാരണം നമുക്ക് പാലിൻ്റെ പൈസ കൊടുക്കാണ്ടാവും, പത്രത്തിൻ്റെ പൈസ കൊടുക്കാണ്ടാവും, കുട്ടികളുടെ ഫീസ് അടയ്ക്കാണ്ടാവും. ഇങ്ങനെ നമ്മളിതൊക്കെ എഴുതി വെച്ചിട്ട് തന്നെ ആയിരിക്കും ഇത് ചെയ്യുന്നുണ്ടാവുക. പക്ഷേ നമ്മളുടെ വരവും ചെലവും കൂടി ഒത്തുപോണില്ല. നമുക്ക് ഓൾറെഡി പ്ലാൻ ഉണ്ട്. അപ്പോൾ ഇതിന്റെ ഒരു ബാലൻസിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് കോൺഷ്യസ് ആയിട്ട് ഇതിനെ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് സാധിക്കുള്ളൂ. അതാണ് ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിന്റെ ഇമ്പോർട്ടൻസ്. ഇത് മധ്യവർഗം എന്നോ അപ്പർ ക്ലാസ് എന്നോ അങ്ങനെ നമുക്ക് ഇതിന് വിവേചനത്തിന്റെ ആവശ്യമില്ല. ആർക്കും, ഏത് ക്ലാസ്സിലുള്ള ആൾക്കാർക്കും, ഏത് വരുമാനവും ചെലവും ഉണ്ടെങ്കിൽ ഇതിനെ കൂട്ടിമുട്ടിക്കുക എന്ന് നമ്മൾ കോൺഷ്യസ് ആയിട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെ ആണ് നമ്മൾ ഫിനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറയുക. അത് നമ്മൾ കോൺഷ്യസ് ആയിട്ട് ചെയ്യുന്നതിനാണ് ഫിനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറയാം. സോ ഒരു തരത്തിൽ പറഞ്ഞാൽ സാധാരണ വ്യക്തികൾക്ക് അല്ലെങ്കിൽ ഇടത്തരം വരുമാനമുള്ള മധ്യവർഗക്കാർക്കാണ് ശരിക്കും ഫിനാൻഷ്യൽ പ്ലാനിങ് കൂടുതൽ അനിവാര്യമെന്ന് അല്ലേ? കൂടുതൽ ഉപകാരപ്പെടുക, അവർക്ക് കൂടുതൽ ഇത് വർക്ക് ചെയ്യും. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, എല്ലാവരും വരുമാനം ഉണ്ടാക്കും, പൈസ ഓരോ ആവശ്യങ്ങൾക്ക് ചെലവാക്കി വെക്കും. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പ്രത്യേകിച്ച് കരുതലൊന്നും ഇല്ലാതെ ഉത്സവത്തിന് ചെലവാക്കും, ഡ്രസ്സ് എടുക്കാൻ ചെലവാക്കും, അങ്ങനെ പല കാര്യത്തിന് ചെലവാക്കും. നമ്മൾ കോൺഷ്യസ് അല്ല, നമുക്ക് അടുത്ത മാസം നമുക്ക് വേണ്ട ഒരു ചെലവിനെ കുറിച്ച്, ചിലപ്പോൾ അടുത്ത മാസം നമുക്ക് ഒരു EMI, അടുത്ത മാസം നമുക്കൊരു ഫാമിലി ഫംഗ്ഷൻ ഉണ്ട്, അതിനൊരു 20,000 രൂപയുടെ ഡ്രസ്സ് എടുക്കാണ്ട്, നമ്മൾ ഈ മാസം അതിനെക്കുറിച്ച് കോൺഷ്യസ് ആയില്ലെങ്കിൽ ഈ മാസം നമ്മൾ വരുന്ന ചെലവ് മുഴുവൻ ചെലവാക്കി വെക്കും.
അപ്പൊ അടുത്ത മാസം ആ ഇവന്റ് വരുമ്പോൾ നമ്മൾ ആ പൈസ നമ്മൾ EMI വാങ്ങേണ്ടി വരും. ഇതാണ് നമ്മൾ കോൺഷ്യസ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ മാസം നമ്മൾ നടത്തുന്ന ഒരു ചെലവിനേക്കാൾ പ്രാധാന്യം അടുത്ത മാസത്തെ ചെലവിന് വരുമ്പോൾ നമ്മൾ അതിന് കരുതൽ വയ്ക്കും. ഈ പ്രോസസ്സാണ് നമ്മളൊരു ലോങ് ടേം ഫിനാൻഷ്യൽ പ്ലാനിങ് ചെയ്യുന്നത്. കാരണം ഒരു കുട്ടി ഇന്ന് 1 വയസ്സോ 2 വയസ്സുള്ള ഒരു കുട്ടീനെ നമ്മൾ സങ്കല്പിക്കുകയാണെങ്കിൽ ഈ കുട്ടിക്ക് 15 വയസ്സാകുമ്പോൾ ഒരു ഹയർ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ 16 വയസ്സാകുമ്പോൾ ഒരു ഹയർ എഡ്യൂക്കേഷന് പണം നമ്മൾ മാറ്റി വെക്കണം എന്നുള്ള ഒരു കോൺഷ്യസ് നമ്മുടെ ചിന്തയിലേക്ക് കയറുമ്പോൾ നമ്മൾ ഇതിനു വേണ്ടി ഒരു കരുതൽ വയ്ക്കും. ഇങ്ങനെ നമ്മളുടെ അൺകോൺഷ്യസ് മൈൻഡിൽ കൂടെ കടന്നു പോണ സാധനങ്ങളെ നമ്മൾ ഒരു അടുക്കും ചിട്ടയിലും സെറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഫിനാൻഷ്യൽ പ്ലാനിങ്. സാമ്പത്തികം കൈകാര്യം ചെയ്യാൻ എല്ലാവർക്കും ഓരോ പദ്ധതികൾ ഉണ്ടാവും എന്നിപ്പോൾ പറഞ്ഞു. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ്ങിന്റെ ആവശ്യകത എന്താണ്? ഒരു സാധാരണക്കാരൻ അങ്ങനെ ഒരു പ്ലാനിങ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്തൊക്കെ അപകടങ്ങളും പ്രശ്നങ്ങളും അവൻ നേരിടാൻ സാധ്യത? അത് നല്ലൊരു ചോദ്യമാണ്, പക്ഷെ കുറച്ച് ഡിബേറ്റബിൾ ആണ് അത്. കാരണം എന്താ വെച്ചാൽ എല്ലാവർക്കും സബ് കോൺഷ്യസ്ലി ഫിനാൻഷ്യൽ പ്ലാൻ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എൻ്റെ മുമ്പിൽ പലരും പല കാര്യങ്ങളും പറഞ്ഞു വരുമ്പോൾ നമ്മൾ കൊടുക്കേണ്ട വ്യക്തതയേക്കാൾ കൂടുതൽ വ്യക്തത അവർക്ക് പല കാര്യങ്ങളിലും ഉണ്ട്. പക്ഷെ ഇത് ഓർഗനൈസ്ഡ് ആയിട്ടില്ല പലപ്പോഴും. അതായത് ഇത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാം, ഇങ്ങനെ ചില അപാകതകൾ മാത്രമേ കാണാറുള്ളൂ. നമ്മൾ ചെറിയ ചെറിയ എഫേർട്ടുകൾ കൊടുത്താൽ മതി അത് കറക്റ്റ് ചെയ്ത് വരാൻ. ആകെ താളം തെറ്റിയത് വളരെ കുറച്ച് പേർക്കേ ഉണ്ടാവുള്ളൂ. ഇതിൽ എന്താണ് സാധാരണക്കാർക്ക് പ്ലാൻ ഉള്ളവർ സക്സസ് ആയി പോകും. സബ് കോൺഷ്യസ്ലി ഒരു പ്ലാന് കറക്റ്റ് ആയിട്ടുള്ളവർ അവർ അറിയില്ല അവർക്ക് പ്ലാൻ ഉള്ളതും അത് സക്സസ് ആവണമെന്നും അവർക്ക് അറിയില്ല. അവരുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകും. അവർക്ക് പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഇല്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് കോൺഷ്യസും അല്ല. പക്ഷെ ചില ആൾക്കാർക്ക് കോൺഷ്യസ് ആവും, ആ പ്രശ്നങ്ങൾ വരുമ്പോൾ കോൺഷ്യസ് ആവും. അതെങ്ങനെ സംഭവിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് അതെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമ്മളുടെ ചുറ്റുപാടുള്ള ആൾക്കാർക്ക് പ്രധാനമായിട്ട് 3 തരത്തിൽ വരുമാനമുള്ളവരാണ് കൂടുതലുള്ളത്. 1 ഡെയിലി വേജസ് ആൾക്കാർ, 2 വീക്ക്ലി വേജസ് ആൾക്കാർ, 3ാമത്തെ കാറ്റഗറി മന്ത്ലി വേജസ് ആൾക്കാർ. നമ്മൾ നോക്കിയാൽ നമ്മുടെ ചുറ്റുപാട് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും വരുമാനം കൂടുതൽ ഡെയിലി വേജസുകാർക്ക് ആണെങ്കിൽ കൂടി നന്നായിട്ട് ജീവിക്കുന്നത് ഈ വരുമാനം കൂടിയ ഡെയിലി വേജസുകാരെക്കാൾ കുറവ് മന്ത്ലി വേജസുള്ള ആൾക്കാരായിരിക്കും കൂടുതൽ എഫക്റ്റീവായിട്ട് ജീവിക്കുന്നത്. കൂടുതൽ സാമ്പത്തിക സ്വാതന്ത്ര്യത്തോടു കൂടിയും കൂടുതൽ ക്രമത്തോടു കൂടിയും ജീവിക്കേണ്ടാവുക ഇവരായിരിക്കും. ഏറ്റവും കൂടുതൽ നമ്മുടെ കേരളത്തിലത്തെ ഒരു അവസ്ഥ നോക്കുകയാണെങ്കിൽ ഒരു ഏകദേശം 6-8 ലക്ഷത്തോളം പേർക്കാണ് ഗവൺമെന്റ് ജോലിയുള്ളത്. പിന്നെ അതിൽ കൂടുതൽ കുറച്ചും കൂടി ആൾക്കാർക്ക് അതിൻ്റെ ഒരു 3-4 ഇരട്ടി ആൾക്കാർക്ക് മന്ത്ലി സാലറി ഉള്ള പ്രൈവറ്റ് ജോലിക്കാരുണ്ടാവും എന്ന് കരുതാം. ബാക്കിയുള്ള ഭൂരിപക്ഷം ആൾക്കാരും നിത്യവരുമാനക്കാരോ വീക്ക്ലി വരുമാനക്കാരോ ആണ്. അതിൽ നിത്യവരുമാനക്കാരാണ് വളരെ അധികം. ഇവർ നേരിടുന്ന ഒരു പ്രതിസന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ വരുമാനത്തിന്റെ ക്യാഷ് ഫ്ലോ തുല്യമല്ലാതിരിക്കുകയും കൃത്യമല്ലാതിരിക്കുകയും എന്നാൽ മാസ ചെലവുകളുടെ പാറ്റേണും ഒരേപോലെ പോവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ജീവിത രീതി ആൾക്കാർക്ക് രൂപപ്പെട്ടു വരുന്നത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വരുമാനത്തിനെ ആശ്രയിച്ചാണ് എല്ലാവരുടെയും ജീവിത രീതി ചിട്ടപ്പെടുത്തുക. അപ്പോൾ നമ്മളതിനെ ലൈഫ് ക്ലാസ് എന്നൊക്കെ പറയാം, ജീവിത നിലവാരം. അപ്പോൾ നമ്മൾ ഏറ്റവും ഒരു മാസത്തിൽ 15 ദിവസം നല്ല വരുമാനമുള്ള ഡെയിലി വേജസുകാരൻ അയാളുടെ മൊത്തം ജീവിതത്തിന് ചിട്ടപ്പെടുത്തുന്ന ആ വരുമാനമുള്ള 15 ദിവസത്തെ വരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. സത്യത്തിൽ നമ്മൾ മന്ത്ലി ആവറേജിലേക്ക് അതിനെ മാറ്റുമ്പോഴേ അയാൾക്ക് ഒരു മാസം മുഴുവൻ ഒരേ നിലവാരത്തിൽ ജീവിക്കാൻ കഴിയുള്ളൂ. അപ്പൊ ഇത് അയാളുടെ കോൺഷ്യസിലേക്ക് കയറുമ്പോൾ സ്വാഭാവികമായിട്ട് അയാൾക്ക് അതിനനുസരിച്ച് ജീവിക്കാൻ പറ്റും. പക്ഷെ കോൺഷ്യസ്ലി ഇത് ഇല്ലാത്ത ആള് എന്ത് ചെയ്യും, ഈ 15 ദിവസം നന്നായിട്ട് ജീവിക്കും. പിന്നത്തെ 15 ദിവസം അയാൾക്ക് ആ നിലവാരത്തിൽ ജീവിക്കാൻ അയാൾ ചെറിയ ചെറിയ കടങ്ങൾ അവിടെ നിന്നും ഇവിടുന്നൊക്കെ മേടിക്കും. പതുക്കെ പതുക്കെ ഇത് അറിയാതെ ഇതൊരു വലിയ എമൗണ്ടായി മാറുകയും പിന്നീടുള്ള തുടർ മാസങ്ങളിൽ അയാൾ വരുമാനം ഉണ്ടാക്കുന്നത് മുഴുവൻ ഈ കടങ്ങൾ റീപേ ചെയ്യാൻ വേണ്ടിയിട്ട് പോവും. അയാൾ തന്നെ അറിയാതെ ഒരു കടക്കണിലേക്ക് പോവുകയും ചെയ്യും. അപ്പൊ ഫൈനാൻഷ്യൽ പ്ലാൻ ചെയ്തില്ലെങ്കിൽ ഒരു പ്രതിസന്ധി ഇതാണ്. ഫിനാൻഷ്യൽ പ്ലാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെലവുകളെ മുൻകൂട്ടി കാണുകയും നമ്മുടെ വരുമാനത്തിനെ അനുസരിച്ച് ബാലൻസ് ചെയ്യുന്ന പ്രോസസ്സാണ്. ഇതൊരു ഷോർട്ട് ടേം ഫിനാൻഷ്യൽ പ്ലാനാണ്. ഇതേ കാര്യം തന്നെ നമ്മൾ ലോങ് ടേമിക്ക് നമ്മുടെ ജീവിതത്തിൽ മൊത്തത്തിൽ നിലവാരം ക്വാളിറ്റി നിലനിർത്താനും നമ്മൾ ഉപയോഗിക്കേണ്ടതുണ്ട്. കാരണം ഇനി മന്ത്ലി വരുമാനക്കാരാണെങ്കിലും നമുക്ക് ജീവിതത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ ഒരേ ഫേസിൽ നമുക്ക് വരുമാനവും ചെലവും കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മളതിനെ എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും തരംതിരിക്കാൻ വേണ്ടിയിട്ടും 3 ഫേസ് ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. അത് ഒന്നാമത്തെ ഫേസ് എന്ന് പറയുന്നത് അക്യുമുലേഷൻ ഫേസ് എന്ന് പറയുന്നത്. അക്യുമുലേഷൻ ഫേസിൽ നമ്മൾ ഏതൊരാളെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ജോലി കിട്ടി വരുമാനം കിട്ടി തുടങ്ങുന്ന ഒരു കാലം മുതൽ ഒരു 35-40 വയസ്സ് വരെ കുടുംബത്തിന്റെ അധിക ചെലവുകൾ ബാധ്യതയാവണ വരെ ഉള്ള ഒരു കാലഘട്ടം.
ഒരു 30, 32, 33 വയസ്സ് വരെയൊക്കെ ഉള്ള ഒരു കാലഘട്ടം തന്നെയാണ് നമ്മൾ അക്യുമുലേഷൻ ഫേസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ വരുമാനം വന്നു തുടങ്ങി, നമ്മൾക്ക് വീട്ടിലേക്ക് പൈസ കൊടുക്കേണ്ട, ഉത്തരവാദിത്തങ്ങളൊന്നുമില്ല, അതായത് കിട്ടുന്ന കാശ് അടിച്ചു പൊളിക്കാം എന്നുള്ള സ്റ്റേജ് അല്ലേ സാർ? അതെ അതെ അതെ. ഈ അക്യുമുലേഷൻ ഫേസിലാണ് ഒരാൾക്ക് വരുമാനം കുറവായിരിക്കും. കാരണം ഏർണിങ്ങിന്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ആയതുകൊണ്ട് വരുമാനം കുറവാണെങ്കിലും ഉള്ള വരുമാനത്തിനെ കൂടുതൽ സ്വാതന്ത്ര്യത്തോടു കൂടി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഈ അക്യുമുലേഷൻ ഫേസാണ്. സ്വാഭാവികമായിട്ട് ഈ അക്യുമുലേഷൻ ഫേസിലുള്ള ആൾക്കാർ അതിനടുത്ത കാലഘട്ടമായിട്ടുള്ള പ്രിസർവേഷൻ സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റേജ് ഉണ്ട്. പ്രിസർവേഷൻ സ്റ്റേജിൽ എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ വരും, മക്കളെ പഠിപ്പിക്കേണ്ടി വരും, വീടുണ്ടാക്കും, വീടിന്റെ EMI വരും, കാർ വാങ്ങും, കാറിന്റെ EMI വരും, പെട്രോൾ ചെലവ് കൂടും, നമ്മൾ മറ്റുള്ളവരുടെ ഉത്തരവാദിത്തങ്ങളും നമ്മുടെ ഷോൾഡറിലേക്ക് വരും. ഈ സമയത്ത് വരുമാനം ചെറുതായിട്ട് ഉയരുമെങ്കിലും നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന ചെലവുകൾക്ക് കൂടുന്നതിന് പുറമെ ലൈഫ് സ്റ്റൈൽ ചെലവുകൾ കൂടി വരും. അതായത് സാധാരണ ചെലവുകൾക്ക് നമ്മൾ ഒരാളുടെ ഭക്ഷണം എന്ന് പറയുന്നതിന്റെ വിലക്കയറ്റത്തിന് പുറമെ മറ്റ് കുടുംബത്തിന്റെ പ്രാരാബ്ദങ്ങളുടെ ചെലവുകൾ കൂടി അക്യുമുലേറ്റ് ചെയ്ത് വരുമ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടായ വരുമാനത്തിന്റെ 90-100% ചെലവാക്കി ജീവിച്ചിരുന്ന ആൾക്കാർക്ക് ഈ ചെലവ് താങ്ങാൻ പറ്റാത്തൊരവസ്ഥ വരും. അതിനുശേഷമുള്ള ഫേസാണ് ഡിസ്ട്രിബ്യൂഷൻ ഫേസ് എന്ന് പറയുന്നത്. ഇവിടെ പൂർണ്ണമായിട്ട് വരുമാനം നിലയ്ക്കുകയും ഒരു 50 വയസ്സ് 60 വയസ്സിന് ശേഷമുള്ള ഒരു കാലഘട്ടം. മെഡിക്കൽ എക്സ്പെൻസ് അതേപോലെ മറ്റ് ഭക്ഷണം, വസ്ത്രം, ഈ ചെലവുകൾ നിലനിൽക്കുകയും ചെയ്യും. അപ്പോൾ ഈ അക്യുമുലേഷൻ ഫേസിലുള്ള ഒരാള് പ്രിസർവേഷൻ ഫേസ് ഉണ്ട് തനിക്കെന്നും ഡിസ്ട്രിബ്യൂഷൻ ഫേസ് എന്ന് പറയുന്ന ഒരു ഫേസ് നമുക്ക് വരാണ്ട് എന്നും കോൺഷ്യസ് ആവുന്ന ഒരു ഘട്ടത്തിൽ ഈ വരുമാനത്തിന് ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഒരു പ്രവണത സബ് കോൺഷ്യസ്ലി നേരത്തെ ഉള്ള ഫിനാൻഷ്യൽ പ്ലാനിൽ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ലൈഫ് കൂടുതൽ ലൈറ്റ് വെയിറ്റ് ആയിട്ട് ഫീൽ ചെയ്യും. ഇത് എന്താണ് ചെയ്യുന്നത് വെച്ചെങ്കിൽ ഇതിന് നമ്മൾ ചെയ്യുക ഗോൾ പ്ലാനിങ്, അതേപോലെ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൽ നമ്മൾ ലക്ഷ്യങ്ങൾ നിർണ്ണയിക്കുക. അതായത് നമുക്ക് പ്രിസർവേഷനിലും ഡിസ്ട്രിബ്യൂഷൻ ഫേസിലും നമുക്ക് വരാവുന്ന ബാധ്യതകളെ നമ്മൾ അക്യുമുലേഷൻ ഫേസിൽ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുക. ഈ പ്രതീക്ഷ നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അറിയാതെ ഈ നമ്മുടെ ചെലവുകളുടെ പ്രയോറിറ്റി താളാത്മകമാവുകയും ആ താളത്തിനനുസരിച്ച് നമ്മുടെ ചെലവുകൾ നമ്മൾ അറിയാതെ നിയന്ത്രിക്കപ്പെടുകയും ചെയ്യും. ഇതാണ് ഫിനാൻഷ്യൽ പ്ലാനിങ് ചെയ്ത ഒരാൾക്കുള്ള ഗുണം. ഇത് ചെയ്യാത്ത ഒരാൾക്ക് സംഭവിക്കുക, അക്യുമുലേഷൻ ഫേസ് കഴിഞ്ഞ് പ്രിസർവേഷൻ ഫേസിലേക്ക് കടക്കുന്ന ഒരു ഘട്ടത്തിൽ, അതായത് ഒരു 35-40 വയസ്സാകുമ്പോൾ പെട്ടെന്ന് ഒരു ഹോസ്പിറ്റൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വന്നു, അല്ലെങ്കിൽ പെട്ടെന്നൊരു വാഹനം വാങ്ങി, ഇങ്ങനെ പെട്ടെന്ന് ഉണ്ടാവുന്ന ഒരു കാര്യം വരുമ്പോൾ ഒരു റിസർവ് ഫണ്ട് ഉണ്ടായിരിക്കില്ല. സ്വാഭാവികമായിട്ട് ഇതിന് കടം മേടിക്കേണ്ടി വരും. ചെലവുകൾ ബാലൻസ് ആവാത്തൊരവസ്ഥയും പുറമെ കടത്തിന്റെ റീപേയ്മെന്റും കൂടി വരുമ്പോൾ വരുമാനം തികയാത്ത അവസ്ഥയ്ക്ക് ഇയാൾ കടക്കും. ഈ പ്രിസർവേഷൻ ഫേസിൽ ഉണ്ടാവുന്ന ഈ കൺജഷൻ ആണ് പല ആൾക്കാരുടെയും ജീവിതക്രമം താളം തെറ്റിക്കുന്നത്. ഇതിന് പകരം നമ്മൾ ഈ അക്യുമുലേഷൻ ഫേസിൽ തന്നെ നമ്മളുടെ പ്രിസർവേഷൻ ഫേസിലോ ഡിസ്ട്രിബ്യൂഷൻ ഫേസിലോ വരാൻ സാധ്യതയുള്ള ചെലവുകളെ കാൽക്കുലേറ്റ് ചെയ്ത് ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് പ്രതീക്ഷിച്ച് ഇരിക്കുന്നത് തന്നെ ആണ് നമ്മൾ ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് ഒരു പ്രോസസ് അപ്രോച്ച് ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. അക്യുമുലേഷൻ ഫേസിൽ പ്രോപ്പറായിട്ട് ഒരു വ്യക്തി ഫിനാൻഷ്യൽ പ്ലാനിങ് ചെയ്തില്ലെങ്കിൽ അയാളുടെ പ്രിസർവേഷൻ ഫേസ് വരുമ്പോൾ അയാൾക്ക് സാമ്പത്തികമായിട്ട് നല്ല ഞെരുക്ക് അനുഭവപ്പെടുന്ന ഇപ്പോൾ പറഞ്ഞു. നമ്മൾക്ക് ചുറ്റും ഇപ്പോൾ ഒരുപാട് സാമ്പത്തിക തട്ടിപ്പ് നടക്കുന്നുണ്ട്, നിക്ഷേപ സാമ്പത്തിക ടൈപ്പ് തട്ടിപ്പുകൾ. അതിനും ഈ പറഞ്ഞതുമായിട്ട് ഏതെങ്കിലും രീതിയിൽ കണക്ഷൻ ഉണ്ടോ? നമ്മുടെ ഒരാള് ഇൻവെസ്റ്റ്മെന്റുകളെ കുറിച്ച് ചിന്തിക്കുക എന്ന് പറയുന്നത് പൊതുവെ അയാൾക്ക് വരുമാനം കുറയുമ്പോൾ മറ്റു വരുമാന സാധ്യതകൾ തേടിയിട്ടായിരിക്കും. നമ്മൾ പ്രോപ്പറായിട്ട് അക്യുമുലേഷൻ ഫേസിൽ ഫിനാൻഷ്യൽ പ്ലാൻ ചെയ്തില്ലെങ്കിൽ നമ്മുടെ സോഴ്സ് ഓഫ് ഇൻകം നമ്മുടെ പ്രിസർവേഷൻ ഫേസിൽ തികയാതെ വരും. നമ്മൾ അഡീഷണൽ ഇൻകത്തിന്, നമ്മൾ പാസീവ് ഇൻകം എന്ന് പൊതുവെ നമ്മൾ പ്രയോഗിക്കാറുണ്ട്. അഡീഷണൽ ഇൻകത്തിന് നമ്മൾ ഷോർട്ട് കട്ടുകൾ തിരഞ്ഞ് നടക്കുന്ന ഒരു സാഹചര്യത്തേക്ക് നമ്മൾ ഫോഴ്സ്ഡ് ആവുകയും ചെയ്യും. കാരണം എന്താ വെച്ചാൽ നമുക്ക് അതുവരെയുള്ള ഒരു ലൈഫ് സ്റ്റൈൽ തുടർന്ന് മെയിൻറ്റെയിൻ ചെയ്യണം. പക്ഷെ നമ്മുടെ ചെലവുകൾക്ക് കൂടുതൽ അവകാശികൾ വന്നു. കാരണം കുട്ടികളുടെ ഫീസ്, അതേപോലെ മറ്റേത് വീടിന്റെ EMI, ഇങ്ങനെ നമ്മുടെ വരുമാനത്തിന്റെ ഷെയറുകൾ പിരിക്കാൻ കൂടുതൽ അവകാശികൾ കയറി വരുമ്പോൾ നമ്മൾ മറ്റ് സോഴ്സ് ഓഫ് വരുമാനങ്ങൾ തേടാൻ നമ്മൾ നിർബന്ധിതരാകും. അക്യുമുലേഷൻ ഫേസിൽ നമ്മൾ പ്രോപ്പറായിട്ട് നമ്മുടെ ഇത് പ്ലാൻ ചെയ്യാത്തതുകൊണ്ട് നമുക്കൊരു റിസർവ് മണി അല്ലെങ്കിൽ നമുക്കൊരു ആക്റ്റീവ് വെൽത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്യാത്തത് കൊണ്ട് ഈ പ്രഷർ നമ്മളുടെ കയ്യിലുണ്ടാവും. ഈ നമുക്ക് ചുറ്റുമുള്ള തട്ടിപ്പുകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമുക്ക് ചുറ്റുമുള്ള തട്ടിപ്പുകൾ നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത് നിങ്ങൾക്ക് പാസീവ് ഇൻകം ഉണ്ടാക്കി തരാം, നിങ്ങൾക്ക് മറ്റു ഇങ്ങനെ നമ്മുടെ ഈ സോഫ്റ്റ് ആയിട്ടുള്ള ഏരിയകളിൽ
ഇത് ചെയ്തിട്ടായിരിക്കും നമ്മുടെ അടുത്തേക്ക് അപ്രോച്ച് ചെയ്യുക. സ്വാഭാവികമായിട്ട് കൂടുതൽ ചിന്തിക്കാതെ ഇതിന് വശംവദനാവാനുള്ള ടെൻഡൻസി നമുക്ക് ഒരു ആക്റ്റീവ് വെൽത്ത് ഇല്ലാത്ത സാഹചര്യത്തിലും നമുക്കൊരു മറ്റു വരുമാന സ്രോതസ്സുകൾ അതിൽ നിന്ന് ജനറേറ്റ് ചെയ്യാൻ പറ്റാത്തപ്പോഴും നമ്മൾ അങ്ങനെ കെണിയിൽപ്പെടാൻ സാധ്യതയുണ്ട്. ഈ ഒരു സാഹചര്യം ഒഴിവാക്കാൻ നമ്മൾ കൃത്യമായിട്ടുള്ള ഫിനാൻഷ്യൽ പ്ലാൻ ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ സാധിക്കും. കാരണം നമ്മൾ ഒരു ഉദാഹരണത്തിന് നമ്മൾ പറയുകയാണ്, നമുക്ക് ഒരു ലോങ് ടേം ആയിട്ട് നമുക്കൊരു ഫിനാൻഷ്യൽ ഗോൾ ഉണ്ട് എന്ന് കരുതുക. വിലക്കയറ്റത്തിന് ശേഷമുള്ള മൂല്യത്തിനെ കുറിച്ച് നമ്മൾ ഇപ്പൊ തന്നെ ധാരണ ഉണ്ടെന്ന് കരുതുക. ഈ ടൈമും നമുക്ക് ആ ധാരണ ഉണ്ടാവുന്ന ടൈമും ആ ഗോളും തമ്മിലുള്ള അകലം നമ്മൾ എത്ര നേരത്തെ പ്ലാൻ ചെയ്തു നമുക്ക് അത്ര കുറച്ച് റിട്ടേൺ ഉള്ള സാധനങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മതി. ഇപ്പോ നമ്മളിപ്പോ രാവിലെ എണീച്ചിട്ട് ഒരു വഴിക്ക് പോകണം, ഒരു 70 കിലോമീറ്റർ യാത്ര ചെയ്യണമെന്ന് കരുതാം. നമ്മൾ എത്ര നേരത്തെ പ്രിപ്പയർ ചെയ്തു യാത്രയ്ക്ക് എങ്കിൽ നമുക്ക് അത്രയും സേഫ് ആയിട്ട് അത്രയും കോമൺ സ്പീഡിൽ പോയാൽ ഒരു സാധാരണ വേഗതയിൽ നമുക്ക് യാത്ര ചെയ്ത് സേഫ് ആയിട്ട് അവിടെ എത്താം. പക്ഷെ നമ്മൾ ആ ടൈം വഴുകി, നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്യാനുള്ള ആ പ്ലാൻ ചെയ്യാനുള്ള നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ആ സ്റ്റാർട്ടിങ് ടൈം വഴുകിയാൽ നമ്മൾ സ്വാഭാവികമായിട്ട് കൂടുതൽ സ്പീഡുള്ള യാത്രാ മാർഗങ്ങൾ ഉപയോഗിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന കാറിന്റെ സ്പീഡ് കൂട്ടണം. അങ്ങനെ സംഭവിക്കുമ്പോൾ ആക്സിഡന്റ് സാധ്യത കൂടും. ഇതൊക്കെ തന്നെയാണ് നമ്മളെ ഓരോ സാമ്പത്തിക തട്ടിപ്പിൽ ചെന്ന് ചാടണമെങ്കിൽ കാര്യം. കാരണം നമ്മളുടെ വിലക്കയറ്റവും ബാങ്ക് RD റേറ്റ് പാരലി കണക്റ്റഡ് ആണ്. ഇപ്പൊ ഈ സാമ്പത്തിക തട്ടിപ്പുകാരൊക്കെ നമ്മളെ അപ്രോച്ച് ചെയ്യുമ്പോൾ അതിൽ നിങ്ങൾക്ക് ഒരു നെഗറ്റീവ് ഇമേജ് ആദ്യം തന്നെ തരാൻ ശ്രമിക്കുക. അതായത് ബാങ്കിലൊക്കെ എന്താ കിട്ടുക, അത് വളരെ തുച്ഛമായ സംഖ്യയിൽ കിട്ടുള്ളൂ. സത്യത്തില് ഇത് നമ്മളുടെ മുകളിൽ ഒരു നമ്മളെ സ്വാധീനിക്കാനുള്ള ഇതാണ്. നമ്മൾ നേരത്തെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ വളരെ കൃത്യമായിട്ട് ഇൻഫ്ലേഷനെ അതിജീവിക്കുന്ന രീതിയിൽ കിട്ടുന്ന രീതിയിലാണ് എല്ലാ രാജ്യത്തെയും സെൻട്രൽ ബാങ്കിന്റെ ഇൻട്രസ്റ്റ് റേറ്റും ബാങ്കിന്റെ ഇൻട്രസ്റ്റ് റേറ്റും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത് ഒരു പാരലി പോണ രീതിയിലാണ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇൻഫ്ലേഷൻ എത്രയാണോ വരുന്നത് അതിനേക്കാൾ 1% കൂടുതൽ കിട്ടുന്ന രീതിയിലാണ് നമ്മുടെ ഷെഡ്യൂൾഡ് നാഷണൽ ബാങ്കുകളുടെ റേറ്റ് ഓഫ് റിട്ടേൺ ഫിക്സ് ചെയ്തിട്ടുള്ളത്. ഇൻഫ്ലേഷൻ കൂടിയാൽ ഈ റേറ്റും കൂട്ടും, ഇൻഫ്ലേഷൻ കുറഞ്ഞാൽ ഈ റേറ്റ് കുറയ്ക്കും. ഈ രീതിയിൽ പാരലായിട്ട് പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ ഇതിന്റെ ഗുണം കിട്ടണമെങ്കിൽ നിങ്ങൾ നേരത്തെ, വളരെയധികം നേരത്തെ പ്ലാൻ ചെയ്ത് പോകണം. പലപ്പോഴും ആൾക്കാർ അത് ചെയ്യില്ല. ഇത് വഴുകുന്തോറും ഈ ഇൻട്രസ്റ്റ് റേറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗോൾ അച്ചീവ് ചെയ്യാത്ത സാഹചര്യം വരും. അതായത് വിലക്കയറ്റത്തിന് അതിജീവിക്കണം, പർച്ചേസ് പവർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു നോർമൽ പ്രോസസ്സ് ബാങ്ക് RDO വെച്ചിട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം വരും. ഇത് പ്ലാനിങ്ങിന്റെ അപാകത കൊണ്ട് സംഭവിക്കണം, അല്ലാതെ ബാങ്ക് റേറ്റ് കുറവായതുകൊണ്ടല്ല ആൾക്കാർക്ക് സംഭവിക്കുന്നത്. പക്ഷെ ബാങ്കിനൊക്കെ എന്താ കിട്ടുക എന്നുള്ളൊരു നെഗറ്റീവ് അപ്രോച്ചോട് കൂടിയിട്ട് വരുമ്പോൾ അതിനേക്കാൾ ഉയർന്ന എന്ത് കിട്ടും എന്നുള്ള ചിന്തയിലേക്ക് ആൾക്കാർ എത്തും. അത് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്തേക്ക് ഫിനാൻഷ്യൽ പ്രൊഡക്റ്റുകൾ മിസ്സെല് ചെയ്യപ്പെടുകയും അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ റിട്ടേൺ തരാം എന്ന് പറഞ്ഞിട്ട് ആ മുതലടക്കം എടുത്തുകൊണ്ടുള്ള സാമ്പത്തിക തട്ടിപ്പുകൾക്ക് വശംവദനാവുകയും ചെയ്യും. ഇത് ഒഴിവാക്കാൻ നമ്മൾ കൃത്യമായിട്ട് ഫിനാൻഷ്യൽ പ്ലാൻ ചെയ്ത് വെച്ചാൽ മതി. നമ്മൾ സിമ്പിളായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സെൻട്രൽ ബാങ്ക് ഓഫർ ചെയ്യുന്ന റേറ്റ് ഓഫ് റിട്ടേൺ, സെൻട്രൽ ഗവൺമെന്റ് ബെഞ്ച് മാർക്ക് ബോണ്ട് ഈൽഡ് എന്ന് പറയും. അത് ഏകദേശം 6.58 അല്ലെങ്കിൽ 6.85 ഈ റേഞ്ചിലാണ് ഇപ്പൊ നിൽക്കുന്നത്. 10 വർഷത്തെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇതിന്റെ മുകളിൽ ഓഫർ ചെയ്യുന്നതിന് എല്ലാറ്റിനും അതിൻ്റെതായ റിസ്ക് ഉണ്ട്. ഈ റിസ്ക് എന്താണെന്ന് മനസ്സിലാവാതെ ആ സംഗതികളിൽ ചെന്ന് നമ്മൾ ഇടപാട് നടത്തുമ്പോൾ സ്വാഭാവികമായിട്ട് ആ റിസ്ക് നമ്മളെ ഹിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിന് രക്ഷപ്പെടാനുള്ള വഴി നമുക്കറിയില്ല. ഇങ്ങനെയാണ് ആൾക്കാർ ആ സാമ്പത്തിക കെണികളിൽ അകപ്പെടുന്നത്. അതായത് നമുക്കിപ്പോ ഒരു റിസ്ക് എന്താണെന്ന് അറിയാം, നമുക്കൊരു വാഹനം ഉപയോഗിക്കണം, അതിന് കുറച്ച് ബ്രേക്ക് കുറവാണെന്ന് നമുക്ക് അറിയാമെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് ആ വാഹനം ഉപയോഗിക്കുമ്പോൾ നമുക്ക് ആ പരിധിയിലേ ഉപയോഗിക്കുള്ളൂ. നേരെ നമുക്ക് പെട്ടെന്ന് നമുക്ക് ആ വാഹനത്തിനെ പെട്ടെന്ന് നമുക്ക് നിയന്ത്രിക്കേണ്ടി വരികയാണ്. അപ്പോഴേ നമുക്ക് മനസ്സിലാവുള്ള ഒരു ബ്രേക്ക് കമ്മിയാണെന്ന് വെച്ചെങ്കിൽ നമ്മൾ അവിടെ ആക്സിഡന്റ് പെടാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഫൈനാൻഷ്യൽ ക്യാഷ് ഫ്ലോകളെ നമുക്ക് മുൻകൂട്ടി ഒരു ധാരണ ഉണ്ടെങ്കിൽ ആ ധാരണ വെച്ചിട്ട് നമുക്ക് പലപ്പോഴും നമ്മുടെ സാമ്പത്തിക തട്ടിപ്പുകളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. നമ്മൾ ഉയർന്ന പലിശയ്ക്ക് പെട്ടെന്ന് ഏതാ സാഹചര്യം പെട്ടെന്ന് വരുമ്പോൾ നമ്മൾ ഉയർന്ന പലിശയ്ക്ക് ലോൺ എടുക്കേണ്ടി വരില്ല, അങ്ങനെ കടക്കണിയിലാവില്ല. അതേപോലെ നമ്മൾ നിക്ഷേപിക്കുമ്പോൾ നമുക്ക് കൂടുതൽ സേഫ് ആയിട്ടുള്ള കാര്യങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള സാവകാശം നമുക്ക് കിട്ടും. കാരണം മുൻകൂട്ടി നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് ഇത് ആലോചിക്കാനുള്ള ടൈം കിട്ടുകയാണ്, ഇതെങ്ങനെ മാനേജ് ചെയ്യണം. നേരെ വെച്ച് നമ്മൾ പെട്ടെന്ന് നമ്മൾ ആ ഇവന്റ് നമ്മുടെ മുമ്പിൽ വന്ന് വരുമ്പോൾ നാളെ കുട്ടിയുടെ ഫീസ് അടക്കണം, ഇന്ന് പൈസ ഇല്ല, ഈ ഇവന്റ് പെട്ടെന്ന് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഉയർന്ന പലിശ പെട്ടെന്ന്
ലോൺ കിട്ടുമ്പോഴത്തേക്ക് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യണം. അതേപോലെ നമ്മുടെ കയ്യിൽ പെട്ടെന്ന് കുറച്ച് കാശ് വന്നു, നമ്മുടെ പ്ലാൻ ഇല്ല, നമ്മൾ എങ്ങനെ എന്തിന് ഇൻവെസ്റ്റ് ചെയ്യണം, എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം, നമ്മൾ മുൻകൂട്ടി ഒരു പ്ലാനിലോട്ട് തയ്യാറാക്കി ഇരിക്കാത്തപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് ക്യാഷ് വന്നു. ആ ക്യാഷിനെ കൃത്യമായിട്ട് ചൂണ്ടിട്ട് കൊണ്ടുപോകാൻ നമുക്ക് അറിയാത്ത കാര്യങ്ങൾ പെട്ടെന്ന് പ്രസന്റ് ചെയ്തിട്ട് നമ്മളൊരു ലിമിറ്റഡ് ടൈം കൊണ്ടൊരു തീരുമാനം എടുപ്പിച്ചിട്ട് ഈ പൈസനെ തട്ടിച്ച് കൊണ്ടുപോകാൻ വേണ്ട വിദ്യ നമ്മുടെ ചുറ്റുപാടിലുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ കെണികളുടെ ചെന്ന് ചാടുന്നത്. ചെറുപ്രായത്തിൽ, അതായത് അക്യുമുലേഷൻ ഫേസിൽ വേണ്ടത്ര ഫിനാൻഷ്യൽ പ്ലാനിംഗ് ഇല്ലാതെ പ്രിസർവേഷൻ ഫേസിലേക്ക് കടന്നവർ അവരിനി എന്ത് ചെയ്യണം? ഒരു വ്യക്തി എന്നതിലുപരി തൻ്റെ കുടുംബത്തോടൊപ്പം ചേർന്ന് കളക്റ്റീവായി എങ്ങനെ ഫലപ്രദമായി ഫിനാൻഷ്യൽ പ്ലാനിംഗ് ചെയ്യാം? ഇതിനെക്കുറിച്ചെല്ലാം വരുന്ന എപ്പിസോഡുകളിൽ നമുക്ക് ചർച്ച ചെയ്യാം. താങ്ക്